മൂന്ന് മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമായതോടെ തൃശൂർ, ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുകയാണ്. ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാവുകയാണ്. മധ്യകേരളത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്ത, ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേരളത്തിൽ ഒരുക്കിയ അത്യാധുനിക ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും എന്നതാണ്. കൊച്ചി കളമശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയായ NIA കേരള ലക്ഷദ്വീപ് ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനായാണ് നിർവഹിക്കുക. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സുധീഷ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ വാർത്തകളിലേക്ക് പോകാം. മധ്യകേരളത്തിൽ എത്രത്തോളം ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും? KP സുരേഷ്, മധ്യകേരളത്തിലെ ഓരോ മണ്ഡലവും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതിൽ ഏറ്റവും ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും രംഗത്തെത്തിക്കഴിഞ്ഞ തൃശൂർ, ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് ഏറ്റവും ശക്തമായ പ്രചരണ ചൂട് നിലനിൽക്കുന്നത്. അതിൽ തന്നെ തൃശ്ശൂരും ആലപ്പുഴയും വളരെ ശക്തമായ രീതിയിൽ വാക്പോരുകളും അതോടൊപ്പം തന്നെ പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെയായി വലിയ രീതിയിലുള്ള പ്രചരണ ചൂടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിൽ KC വേണുഗോപാലിനെതിരെ ശക്തമായ ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് KC വേണുഗോപാലും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ച കാര്യങ്ങളിലെല്ലാം വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വീണ്ടും വ്യക്തമാക്കിയതോടെ ഇത് ശക്തമായ ഒരു പോരിന് കൂടിയാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ജയിക്കാമെന്ന പ്രതീക്ഷയോടെ എത്തിയ KC വേണുഗോപാലിന് വളരെ ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. ഇതോടൊപ്പം ഇത് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത കൂടി ഏറിയതോടെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 1,87,000-ലധികം വോട്ടുകൾ NDA നേടിയ മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം വലിയ രീതിയിൽ NDA മുന്നേറ്റത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. ആ രീതിയിൽ ശക്തമായ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ LDFിൻ്റെ പ്രചരണം ഒരു രീതിക്ക് ഒഴുകി പോകുമ്പോൾ ശക്തമായ പ്രചരണവുമായി NDA KC വേണുഗോപാലിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സിറ്റിംഗ് MP ആയ AM ആരിഫ് അപ്രസക്തനാകുന്നു എന്ന് പോലും തോന്നിക്കത്തക്ക രീതിയിൽ അതിശക്തമായ പ്രചരണം NDA കാഴ്ചവെക്കുന്നു. ആ രീതിയിൽ അവിടെ പ്രചരണങ്ങൾ മുന്നേറുമ്പോൾ തന്നെയാണ് തൃശ്ശൂരും നമുക്കറിയാം, സുരേഷ് ഗോപി, പ്രധാനമന്ത്രി മോദി തന്നെ അവിടെ എത്തി പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച, ഇല്ലെങ്കിൽ ശക്തി പകർന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെയും അതിശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. അവിടെയും 3 മുന്നണികളും പ്രചരണത്തിൽ ഒരുപോലെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയും അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും സുരേഷ് ഗോപിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് നിഷ്പക്ഷരായ വോട്ടർമാരടക്കം സജീവമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ച, കൂടുതൽ പേർ BJPയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച, ഇതെല്ലാം NDAയുടെ ആത്മവിശ്വാസവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് മാവേലിക്കര മണ്ഡലം. മാവേലിക്കരയിൽ തുടർച്ചയായി വിജയിച്ചു പോരുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിഷ്പക്ഷരായ ജനങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമെല്ലാം സജീവമാകുന്നത്. കാരണം MP ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പിന്നിലുള്ള ലോക്സഭ അംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നതാണ് ഏറ്റവും പ്രധാനമായ ആരോപണം. അവിടെ ഒട്ടും തന്നെ മണ്ഡലത്തിൽ സജീവമല്ലാതിരുന്ന ഒരു MP എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. അവിടെയാണ് ശക്തമായ മത്സരം NDAയും മുന്നോട്ട് വരുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായി എത്തിയത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ബൈജു കലാശാലയാണ്. ബൈജുവിൻ്റെ സാന്നിധ്യം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തീർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയാവുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി AIYFിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സജീവമായി നിന്നിരുന്ന അരുണാണ്. ഇവിടെയും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ആകെപ്പാടെ എത്തിക്കഴിഞ്ഞു. ഈ രീതിയിൽ ഈ 3 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണ ചൂടാണ്. ഇതിനിടയിൽ ഇടുക്കി, കോട്ടയം സ്ഥാനാർത്ഥികളെ BDJS ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഇത്തരത്തിൽ BDJSന്റെ സ്ഥാനാർത്ഥികൾ കൂടി ആരെന്ന് നമുക്ക് വ്യക്തമാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. KP സുരേഷ്.